ഹലോ ഫ്രണ്ട്സ്, ടോപ്പ് വെറൈറ്റി ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ടിപ്സും അതിന് ട്രിക്സും ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ടിപ്സിന്റെ മറ്റൊരു വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കാണാത്തവരായിട്ട് പെട്ടെന്ന് തന്നെ കാണണമെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വീടുകളിലൊക്കെ കത്തി ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ തുരുമ്പ് കയറാറുണ്ട്. അപ്പം ഈ തുരുമ്പ് കളയുന്നതിന് വേണ്ടിയിട്ട് എളുപ്പമുള്ള ഒരു വിദ്യയാണ്. അപ്പം അതിന് വേണ്ടി ഒരു നാരങ്ങ ഇവിടെ എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു കോൾഗേറ്റ് പേസ്റ്റ് എടുത്ത് നല്ലോണം നമുക്ക് തൂത്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് കത്തിയുടെ മുകളിലേക്ക് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കാം. കത്തിയുടെ രണ്ട് വശവും തൂത്ത് കൊടുക്കാം. തൂക്കുമ്പോൾ നാരങ്ങ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പം നാരങ്ങയുടെ നീരും കൂടെ ഇതിനകത്തോട്ട് കയറി കഴിയുമ്പോൾ എന്നിട്ട് നല്ലോണം ഒന്ന് ഉരച്ചു കൊടുക്കാം. രണ്ടു വശവും ഒന്ന് നാരങ്ങയുടെ നീരും ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് നല്ലോണം ഉരച്ചു കൊടുക്കാം. ഉരച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി എടുത്തിട്ട് നല്ലോണം ഒന്ന് തൂത്ത് കൊടുക്കാം. കഴുകേണ്ട ആവശ്യം ഇല്ല. നല്ലോണം ഒന്ന് തൂത്ത് കൊടുത്താൽ അത്യാവശ്യം നല്ല കളറ് വന്നോളും. തുരുമ്പുകളൊക്കെ അങ്ങ് പോയി കിട്ടും. അത് കുറേ കാലമായിട്ട് ചെയ്യാത്ത കത്തിയാകുമ്പോൾ കുറച്ച് നേരം നമ്മളൊന്ന് അല്ലെങ്കിൽ 2-3 പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്താൽ മാത്രമേ നല്ലൊരു കളർ അങ്ങ് വരുള്ളൂ. അല്ലെങ്കിൽ ആ തുരുമ്പ് കറ അങ്ങ് വേഗം പോയി കിട്ടും. നല്ല കളറ് വരാൻ വേണ്ടിയിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് തൂത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, നല്ല തുണിയും ഡ്രൈ ആയ തുണി കൊണ്ട് തൂത്ത് കഴിഞ്ഞപ്പോൾ നല്ല കത്തി നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പ്രസന്റ് ആയിട്ട് അന്നേരം തന്നെ കിട്ടുന്ന റിസൾട്ടാണിത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ വീടുകളിലൊക്കെ അടുക്കളയിലൊക്കെ കത്തി ഉപയോഗിക്കാൻ പലപ്പോഴും മൂർച്ച ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തിയാണ്. ഇത് എത്ര മുറിച്ചാലും ഇതിന് മൂർച്ച തീരെ കുറവാണ്. അപ്പോൾ കത്തിക്ക് മൂർച്ച കൂട്ടാനുള്ള ഒരു എളുപ്പവിദ്യയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ചായ കുടിക്കുന്ന കപ്പ് ഉണ്ടാവും അല്ലേ. ഒരു പഴയ കപ്പ് എടുത്തതിന് ശേഷം ഇതിന്റെ അടിവശത്ത് നല്ലോണം ഇട്ട് നമ്മളൊന്ന് നല്ലോണം വരയ്ക്കാം. ഇനി പൊട്ടിയ കപ്പിന്റെ ഒക്കെ ആണെങ്കിൽ അതിന്റെ വക്കിട്ട് വരച്ചാലും മതി. ഇതിപ്പോൾ സാധാരണ നമുക്ക് പെട്ടെന്ന് അടുക്കളയിൽ നമ്മൾ ചായ കുടിക്കുന്ന കപ്പ് എടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം ഒന്ന് വരച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മൂർച്ച കൂടുന്നതായിരിക്കും. ഇനി നമുക്ക് ഒന്ന് മുറിച്ച് നോക്കാം. ഇതാ കണ്ടോ, വളരെ കറക്റ്റായിട്ട് ഇതുണ്ടോ മുറിയുന്നുണ്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അടുക്കളയിൽ നമ്മൾ സാധാരണ ഉള്ളിയൊക്കെ അരിയാൻ എടുക്കുമ്പോൾ കത്തിക്ക് മൂർച്ചയില്ലെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ കപ്പ് എടുത്തിട്ട് അതിൻ്റെ അടിവശം ഒന്ന് ഉരച്ചു കൊടുത്താൽ നമുക്ക് മൂർച്ച കിട്ടുന്നതായിരിക്കും. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വീടുകളിൽ നമ്മൾ പച്ചക്കറിയൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ഈ സംഭവം എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലേ. അപ്പോൾ കുറേ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിന് മൂർച്ച കുറഞ്ഞു പോകും. അപ്പോൾ ഇതിന് ഇതേപോലെ തന്നെ മൂർച്ച കൂട്ടാനുള്ള ഒരു വിദ്യയാണ്. നമ്മൾ ചായ കുടിക്കുന്ന കപ്പ് എടുക്കുക. കപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ അടിവശം നല്ലോണം ഒന്ന് ഉരച്ചു കൊടുക്കുക. ഇതിൻ്റെ അടിവശം കൊണ്ട് നല്ലോണം ഒന്ന് ഉരച്ചു കൊടുത്താൽ നല്ല മൂർച്ച കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കി കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല മൂർച്ച വന്നിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ഫിഷ് കട്ടർ എല്ലാവരും വീടുകളിൽ ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ സാധാരണ ഇത് കത്രിക എല്ലാവരും മീൻ നന്നാക്കാനൊക്കെ, പക്ഷേ ഇതിൻ്റെ ഇവിടെ സൈഡിൽ ഇങ്ങനെ ചെറിയൊരു കട്ടർ കാണാം. അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ബോട്ടിലൊക്കെ ഈ സോഡ ബോട്ടിലൊക്കെ ഓപ്പൺ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സോഡ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ കൈ കൊണ്ട് തുറക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ മുറിഞ്ഞ ഇവിടെ ഉന്തി നിൽക്കുന്ന ഒരു ഭാഗം അതുപയോഗിച്ച് ഇതിൻ്റെ ഇവിടെ ഇങ്ങ് ഓപ്പൺ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ തുറക്കാൻ വിഷമമുള്ള ഏത് സംഗതിയാണെങ്കിലും ഇതിൻ്റെ ഈ ഭാഗം കൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വീടുകളിലൊക്കെ പല ഓയിൽമെന്റുകളും മേടിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇത് സാധാരണ നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ
ഇതിപ്പോൾ ഞാൻ നേരത്തെ തുറന്ന് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിന് മേലെ ഒരു സിൽവർ കളറിലുണ്ടാവും. അപ്പം മേടിച്ച് കഴിയുമ്പോൾ നമ്മൾ പലരും എന്താ ചെയ്യുന്നത്, പിന്നെ കൊണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഞാനും ഫസ്റ്റിൽ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഇത് ഓപ്പൺ ചെയ്യാനുള്ള മറ്റൊരു വിദ്യ എന്ന് പറയുന്നത് ഇതിൻ്റെ പലർക്കും അറിയുന്നതായിരിക്കും കേട്ടോ, ചിലർക്കെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പല ഓയിൽമെൻറ്റിൻ്റെ അടപ്പിൻ്റെ ഉള്ളിലും ഇതുപോലെ ഇതുണ്ടാവും, ഉള്ളിലിരുന്ന ഒരു സൂചിമോന പോലെ ഒരു സംഭവം ഉണ്ടാവും. അതുകൊണ്ട് തിരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം ഒന്ന് തിരിച്ച് കയറ്റി കഴിഞ്ഞാൽ ഓൾറെഡി ഇത് ഇതിൻ്റെ ഉള്ളിലുള്ള സിൽവർ പേപ്പർ ഓപ്പൺ ആയിട്ട് വരും. ഇത് നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ അടപ്പിൽ വെച്ചിരിക്കുന്നത്. പലർക്കും അറിയത്തുണ്ടാവില്ല, ചിലർക്കൊക്കെ അറിയും. അപ്പോൾ ഇതുപോലെയുള്ള പല ടിപ്സുകളും പലർക്കും അറിയായിരിക്കും. അപ്പോൾ അതൊക്കെ അറിയാത്തവർക്കായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാൻ കൂടി വേണം കേട്ടോ. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ വീടുകളിലൊക്കെ പഴയ മാസ്കുകൾ ഉണ്ടാവില്ലേ, ഉപയോഗിച്ച ശേഷം കളയുന്ന മാസ്കോ അല്ലെങ്കിൽ ഉപയോഗിച്ച് 1-2 പ്രാവശ്യം ഉപയോഗിച്ച മാസ്കുകൾ, ഏത് മാസ്ക് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ആർക്കും അറിയാത്ത എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഉള്ള ഒരു ഉപയോഗമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അത് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഫോണ് ചാർജ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഫോണ് ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ കുത്തിയതിന് ശേഷം നമ്മൾ ഫോണ് ചാർജിങ്ങിലോട്ട് കുത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ മാസ്ക് ഉണ്ടല്ലോ, ഈ മാസ്കിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിത് ഒന്ന് കയറ്റാം. അതിനുശേഷം ഫോണ് ചാർജ് ചെയ്യാൻ വെക്കുക. അപ്പോൾ സാധാരണ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെക്കും. സാധാരണ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും വെക്കാറ്. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്തൊന്നും വെക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് മാസ്ക് എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മളൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് തൂക്കിയിടുക. അതിനുശേഷം ഫോണ് നമുക്കിങ്ങനെ ചാർജ് ചെയ്യാൻ വെക്കാം. ഇതുണ്ടോ, എളുപ്പത്തിൽ വളരെ യൂസ്ഫുള്ളാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയാൽ ഇനി നമ്മളിത് സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ ഓൾറെഡി ചാർജിങ് ആയിട്ടുണ്ട്. വളരെ സേഫായിട്ട് അതവിടെ ഇരുന്നോളൂ. വേറെ ഒന്നും വെക്കാൻ സാധ്യമില്ലെങ്കിൽ വളരെ യൂസ്ഫുള്ളായിട്ട് പഴയ മാസ്ക് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നലത്തെ എല്ലാ ടിപ്സ് ആൻഡ് ടിപ്സുകളും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പലർക്കും പല കാര്യങ്ങളും അറിയുന്നതായിരിക്കും. അറിയാത്ത ടിപ്സുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ടിപ്സുകളൊക്കെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം. അപ്പോൾ ഇതുപോലെയുള്ള കിടിലൻ വെറൈറ്റി ടിപ്സുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.